നമ്മുടെ പട്ടാളം ഫിലിപ്പിൻ്റെ കുട്ടിപ്പട്ടാളം ഒരു ലോഡ് സാധനങ്ങളായിട്ട് വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ 40 സെൻറ്റ് വീട്മാറ്റി ഒരുക്കുന്ന കാഴ്ചയാണ്. മറക്കരുത്, മറക്കല്ല, മാറിപ്പോരുത്, സ്റ്റേറ്റ്യൂ ഉണ്ട്. എന്തിനാണ് ശരിക്കും വീട് മാറ്റി ഇടുന്നത്? അതൊരു ചോദ്യമല്ലേ? ഇത്രയേ ഉള്ളൂ. പറമ്പ് നല്ല വൃത്തിയായിട്ട് കിടക്കും. പിന്നെ നമുക്ക് പുല്ല് പറിക്കുക, പുല്ല് വെട്ടുക, പുല്ല് ചെത്തുക, മരുന്നടിക്കുക, അങ്ങനെയുള്ള സർവ്വവിധ ആക്ടിവിറ്റികളിൽ നിന്നും മോചനമാണ്. ഒരു 5-8 വർഷത്തേക്ക് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാം. പറമ്പിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സുഖം തോന്നും. ഇപ്പം തന്നെ അല്ലേ, നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ നല്ല സ്റ്റൈലായില്ലേ? ഇതിന് മുമ്പുള്ള രൂപവും കാണിച്ചു തരാം. ഇപ്പോഴത്തെ രൂപം നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു നീറ്റ്നെസ്സും ഒക്കെ തോന്നും. നമുക്കിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഇഷ്ടം തോന്നില്ലേ? ഇഷ്ടമല്ല, നമുക്കൊരു കൊള്ളാം എന്നൊരു അപ്രീസിയേഷൻ തോന്നില്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറമ്പിലേക്ക് നോക്കുമ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറയാൻ നമുക്കൊരു സംഗതി വേണ്ടേ? അല്ലാണ്ട് ഈ കാട് പിടിച്ച പറമ്പിലേക്ക് നോക്കിയിട്ട് കൊള്ളാം, സിംഹത്തിനെ വളർത്താം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ നിങ്ങൾ വീട് മാറ്റിയിടുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഞാനും കുറച്ച് കഞ്ഞി പിടിച്ച് പോകും, അതൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കട്ടി കൂടിയ വീട് മാറ്റാണ്. കട്ടി കൂടിയ വീട് മാറ്റ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പുണ്ട്. വളരെ നൈസായിട്ടുള്ള നല്ല കട്ടിയുള്ളവരുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല കട്ടിയുള്ളതാണ്. പിന്നെ ഇതിന് വീതിക്കൊരു പ്രത്യേകതയുണ്ട്. വീതി എന്ന് പറഞ്ഞാൽ 4 മീറ്റർ 20 സെൻറ്റിമീറ്റർ വീതിയുള്ള മാറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിത് അങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമർക്ക് കൂടുതൽ ലാഭം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കാരണം ഇപ്പം നമ്മൾ വീട് മാറ്റ് ഇടുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 6 ഇഞ്ചെങ്കിലും, അതായത് ഒരു 15 സെൻറ്റിമീറ്റർ എങ്കിലും ഓവർലാപ്പ് ചെയ്ത് ഇടണം. ഇപ്പം നമ്മൾ 4 മീറ്ററിന് പകരം 1 മീറ്ററിൻ്റെ ആണ് അല്ലെങ്കിൽ 2 മീറ്ററിൻ്റെ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 6 ഇഞ്ച് അത്രയും ലെങ്ത്തിൽ നമുക്ക് നഷ്ടപ്പെടുകയില്ലേ? അതായത് ഇപ്പം 1 മീറ്ററിൻ്റെ ആണെന്ന് ഇരിക്കുക, 4 മീറ്റർ ആവണമെങ്കിൽ ഇത് എത്ര 4 പീസ് വേണം. ഓക്കെ, 4 പീസ് എന്ന് പറഞ്ഞാൽ അപ്പം 3 ജോയിൻ്റായി 3 18, അതായത് 1.5 അടി നമുക്ക് അപ്പം തന്നെ അത്ര ടോട്ടൽ ലെങ്ത്തിൽ ലോസ് ആവും. അപ്പം ഇത് 4.2 ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ലോസേ ഉണ്ടാവില്ല. കസ്റ്റമർക്ക് കൂടുതൽ ലാഭകരമായിരിക്കും. തന്നെയല്ല പണിയും എളുപ്പമായിരിക്കും, ഒന്നുകൂടെ സ്പീഡായിട്ട് നടക്കുകയും ചെയ്യും. ഇവിടെ ഈ പറമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല കുലച്ച് നിൽക്കുന്ന തെങ്ങ്, കായ്ക്കാറായിട്ടുള്ള റംബൂട്ടാൻ, കായ്ച്ച് നല്ല മാല ബൾബ് പോലെ കായ ഉണ്ടായിരിക്കുന്ന ജാതിക്ക, നന്നായിട്ട് നോക്കുന്ന പറമ്പാണ്. പക്ഷെ പുല്ല് വെട്ടി അവർ തോറ്റു, അല്ലെങ്കിൽ പുല്ല് ചെത്താനായിട്ട് ആളെ കിട്ടാനൊക്കെ പാടാണല്ലോ. അപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മാക്സിമം പൈപ്പ് എല്ലാം മുകളിലാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ കണ്ടാൽ അറിയാം. പൈപ്പ് മുകളിൽ ഇടുന്നതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത്, മാക്സിമം പൈപ്പ് ഈ വീട് മാറ്റിൻ്റെ മുകളിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ നടക്കുമ്പോൾ അറിയില്ല, എന്തെങ്കിലും വെയിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വീഴുമോ അല്ലെങ്കിൽ നമ്മൾ കയറി ചവിട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ PVC ആണ്, പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം പിന്നെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷീറ്റ് മുഴുവൻ എടുത്ത് മാറ്റേണ്ടി വരും. ഈ ഷീറ്റ് മുഴുവൻ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തെങ്കിലും എടുത്ത് മാറ്റേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ പൈപ്പ് മുകളിൽ കാണുന്നതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചേ നടക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് ഇരട്ടി ജോലി ഉണ്ടാവാനുള്ള ഒരു സാധ്യത കുറവാണ്. അപ്പം മാക്സിമം പൈപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറിഗേഷനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വീട് മാറ്റി ഇട്ടതിന് ശേഷം അതിന് മുകളിലാണ് ചെയ്യാവുള്ളൂ. ഇനിയിപ്പോൾ ഒന്നും സംഭവിച്ചില്ല, ഇപ്പം ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ പൈപ്പൊക്കെ മാറ്റേണ്ടതായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ റിപ്പയറിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റിൻ്റെ അടിയിലാണ് ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അറിയില്ല. മറ്റേത് പൈപ്പിന് ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി നമുക്ക് റിപ്പയർ ചെയ്യാനുള്ള എളുപ്പം ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇറിഗേഷന് പൈപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ വീട് മാറ്റ് ആദ്യം വിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. വീട് മാറ്റ് ഇടുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത വേറൊരു കാര്യമുണ്ട്, അതിൻ്റെ കൂടെ വരുന്ന നെയില്. ഈ നെയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു വീട് മാറ്റിൻ്റെ മുകളിൽ ഒരു 6 ഇഞ്ച് കയറ്റി അല്ലെങ്കിൽ ഒരു 15 സെൻറ്റിമീറ്റർ കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ മുകളിൽ സാധാരണ ആളുകൾ ഇരുമ്പാണിയും ഫ്ലെക്സ് ഒട്ടിക്കുന്ന പശയൊക്കെയാണ്. അതൊക്കെ ചുമ്മാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് പണി എളുപ്പമുണ്ട്. നെയില് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചിറക്കി വെച്ചാൽ മതി. മണ്ണ് ഹാർഡാണെങ്കിൽ മണ്ണൊന്ന് തുളച്ചിട്ട് വേണം അടിക്കാൻ. അതിനുള്ള ഉപകരണമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, വേണമെങ്കിൽ അയച്ചു തരാം. പിന്നെ നെയിലും നമ്മുടെ കയ്യിലുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള സാധനമുണ്ട്. അത് അടിച്ചു കഴിഞ്ഞാൽ നല്ല കാണാൻ നല്ല വൃത്തിയുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വല്ല കല്ലൊക്കെ കയറ്റി വെക്കണം, വല്ല തടിക്കഷ്ണമൊക്കെ കയറ്റി വെക്കണം, വല്ല പിന്നെ മണ്ണൊക്കെ ഇടണം മൂലയ്ക്കൊക്കെ ആണെങ്കിൽ
ഇതാകുമ്പം നെയിലടിച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഒന്ന് എടുത്ത് മാറ്റി വീണ്ടും റീഫിക്സ് ചെയ്യണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറ്റുകയും ചെയ്യും. അപ്പം നെയിലും കൂടെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു 5 to 8 years ലൈഫുള്ള വീറ്റ് മാറ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു വർഷം ഇപ്പം പുല്ല് വെട്ടാനോ അല്ലെങ്കിൽ പുല്ല് മരുന്നടിക്കാനോ പുല്ല് ചെത്താനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണിക്കുന്ന ഒരു ആക്ടിവിറ്റി, ഇനി ഒന്നും വേണ്ട. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും പറമ്പ് കാട് പിടിച്ച് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഈ മുടി വെട്ടാതെ ഷേവ് ചെയ്യാതൊക്കെ നടക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ, അത് നമ്മൾ പറമ്പിലേക്ക് നോക്കുമ്പോഴും ഇതുണ്ടാവും. അപ്പം ക്ലീനായിട്ട് നമുക്ക് ഇപ്പം ഒരു 5-8 വർഷത്തേക്ക് സേഫായിട്ട് പറമ്പ് വൃത്തിയായിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്, ഒരു സംശയമില്ലാത്തതാ. അപ്പം അതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള പൈസയുള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ സ്ഥലത്തില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല, ഞങ്ങളില്ലേ പിന്നെ മേഹൂല, നമ്മളില്ലേ പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് ചെയ്തേച്ചു പോകും, അത്രേ ഉള്ളൂ. നമുക്ക് ഈ വീട് മാറ്റി ഇട്ടാൽ മാത്രം മതിയോ? ഇതിന് വല്ലപ്പോഴും വളമൊക്കെ ഇട്ട് കൊടുക്കണ്ടേ, എല്ലാം തിന്നാൻ കൊടുക്കണ്ടേ? അപ്പം നമ്മൾ എന്നാ ചെയ്യാന്നറിയാമോ? ഇപ്പം തെങ്ങാണെങ്കിലും റംബൂട്ടാനാണെങ്കിലും ജാതി ആണെങ്കിലും നമ്മൾ ഷീറ്റ് ആദ്യം ഇട്ടതിന് ശേഷം നമ്മൾ കുരിശാകൃതിയിൽ ഇതിനെ അതിൻ്റെ തടത്തിൻ്റെ വലിപ്പം അനുസരിച്ച് കട്ട് ചെയ്യും. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ വെക്കുമ്പോൾ അതിന് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ പുല്ല് വരും. ഓക്കെ, അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ കട്ട് ചെയ്ത ഗ്യാപ്പിൽ നമ്മളൊരു 1/2 മീറ്ററിൻ്റെ വീതിയിൽ അത്രയും നീളത്തിൽ നമ്മളൊരു പീസ് വെക്കും. അതായത് കുരിശാകൃതിയിൽ കട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, 4 കട്ടിങ്ങിലും പീസ് വെക്കും. എന്നിട്ട് ഓരോ നെയിലടിച്ചു കൊടുക്കും. ഓക്കെ, എന്നിട്ട് വളം ഇടേണ്ട സമയമാകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ നെയിൽ ഊരിയിട്ട് ഈ 4 പീസും പുറത്തേക്ക് എടുക്കും. ഓക്കെ, 4 കോർണർ പീസ് പോലെ ഇരിക്കുന്നത് 4ഉം പുറത്തേക്ക് മറിച്ചിടും. അപ്പം നമ്മൾ അടിയിലിട്ടൊരു പീസും കൂടി ഉണ്ടാവും, അതും പുറത്തേക്ക് എടുത്തു മാറ്റും. എന്നിട്ട് വളമിടും. വളമിട്ടതിന് ശേഷം വീണ്ടും അതുപോലെ ആ ഗ്യാപ്പിൽ ഇട്ടേക്കുന്ന പീസ് അതുപോലെ ഇടും, 4 കുരിശാകൃതിയിലിടും. എന്നിട്ട് ഈ ഷീറ്റ് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ പുറത്തേക്ക് മറിച്ചിട്ടേക്കുന്ന സംഗതി വീണ്ടും അതുപോലെ വെച്ച് നെയിലടിക്കും. വളം ഇടുന്ന പരിപാടി കഴിഞ്ഞു. അപ്പം പിന്നെ അല്ലെങ്കിൽ എന്നാണെന്നറിയാമോ, നമ്മളിത് ഷീറ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വളയിടിയിൽ നടക്കൂല. വളം ഇട്ടില്ല, എന്തെങ്കിലും തിന്നാൻ കൊടുത്തില്ല, വല്ലതും നമുക്ക് തരാൻ ഉണ്ടാവണ്ടേ, വളം ഇട്ടാലല്ലേ വല്ലതും ഉണ്ടാവുള്ളൂ. അപ്പം വളമിടുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. വീട് മാറ്റിയിട്ടാലും നമുക്ക് ഈസി ആയിട്ട് വളപ്രയോഗം നടത്താം, നല്ല ഈൽഡ് ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോ. ഇത് വേറെ എങ്ങനെ കണ്ടുപിടിച്ചതല്ല, നമുക്ക് ഒരു തോന്നിയ ഐഡിയ അങ്ങനെ പ്രയോഗിച്ചെന്ന് മാത്രം. ഇതുവരെ സക്സസ് ആണ്. ഓക്കെ, ഇനി പടുതയായിട്ടോ ടാർപോളിൻ ഷീറ്റായിട്ടോ വീറ്റ് മാറ്റായിട്ടോ ഇനി മത്സ്യക്കുളമായിട്ടോ ഇനി പറമ്പ് നനയ്ക്കാനായിട്ടുള്ള വാട്ടർ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളോ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംഭവങ്ങളുണ്ടെങ്കിൽ വിളിക്കാം. ഗ്രോ ബാഗും ഉണ്ട്. നിങ്ങൾ ഈ വാട്സാപ്പിലൊന്ന് ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു മിസ് കോളിൻ്റെ അപ്പുറത്ത് നമ്മളുണ്ട്. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ഫിലിപ്പ് ആൻഡ് ഫിലിപ്പ് ടാർപോളിൻ ഫാക്ടറി. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.